ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ റംസാനിനൊക്കെ നമുക്ക് ഈ ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു സപ്പോട്ടയുടെ സ്മൂത്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ സപ്പോർട്ടയാണ് കേട്ടോ. അപ്പോൾ നല്ല പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്നും ഒരു 6 എണ്ണം എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു മിക്സർ ജാർ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു 4-5 പേർക്ക് കുടിക്കാൻ ഉള്ളൊരു സ്മൂത്തി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചൂട് കാലത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്മൂത്തിയാണ്. പിന്നെ ഇതിലേക്ക് ഒരു പഴം ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴമാണ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ നേന്ത്രപ്പഴം ചെറുപ്പഴം വെച്ചാൽ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇതൊരു 3-4 ബദാം, പിന്നെ ഒരു 5-6 അണ്ടിപ്പരിപ്പും കൂടി ഞാൻ വെള്ളത്തിട്ടൊന്ന് കുതിർത്തിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊരു 3-4 ഈത്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈത്തപ്പഴമൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ആയിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കട്ടോ. അപ്പോൾ ഞാൻ ഇതിലൊരു 3-4 ഇട്ടിട്ട് കൊടുത്തുള്ളൂ, കാരണം കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് സ്കിപ്പ് ചെയ്തിട്ട് ഈത്തപ്പഴം ഇട്ടിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ മധുരം നമുക്ക് വേറെ എക്സ്ട്രാ ചേർക്കേണ്ടതില്ലല്ലോ. അപ്പോൾ ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഴം നേന്ത്രപ്പഴം തന്നെ എടുക്കണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ റോബസ്റ്റ് പഴമാണുള്ളത് വെച്ചെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചെറുപ്പഴം ആണെന്നുവെച്ചെങ്കിൽ അതായാലും മതി കേട്ടോ. പിന്നെ ഒരു ടീസ്പൂണ് ഞാൻ വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം 1/2 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ ഒന്ന് അരച്ചതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് വീണ്ടും അരച്ചെടുക്കാം. നമുക്ക് എത്ര പേർക്കാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് പാൽ ഒഴിച്ച് കൊടുക്കാം. കാരണം ഇത് നല്ല കട്ടിയുള്ള ആണ് ഈ ഒരു സ്മൂത്തി ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പാൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഐസ് ക്യൂബ് വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ, നമ്മൾ ഈ മിക്സർ ജാറിൽ ഇതൊന്ന് അടിച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഈത്തപ്പഴം നട്ട്സൊക്കെ ഞാൻ വല്ലാണ്ടൊന്നും അരച്ചെടുത്തിട്ടില്ല കേട്ടോ. അത് ഇതിൽ തന്നെ ഞാൻ ചെറുതായി കഷ്ണങ്ങളായിട്ടൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കുടിക്കുന്ന സമയത്ത് ചെറുതായി കടിക്കും ചെയ്യുന്നത് എനിക്കിഷ്ടം, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ള. അല്ലെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള പാലൊഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ എനിക്കിങ്ങനെ ഇടയിലൊന്ന് കടിക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചൂടിന് ഇഫ്താറിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ലാസ്റ്റായിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് ബദാമും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ എല്ലാവരോടും ബൈ.